ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്ന് കൊണ്ട് ഒരടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ഉഴുന്നാണ്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം 3 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ ഉഴുന്നൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു ഉഴുന്ന് കൊണ്ടുള്ള ഹൽവയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കരയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കണതെങ്കിൽ അതിന് 1 കപ്പ് ശർക്കര പാകമായിരിക്കും. ഇനി ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാനിനി ഇത് അരിച്ചിട്ട് എടുക്കണില്ല. ഇതായി ശർക്കരപ്പാനിയൊക്കെ നല്ലോണം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നിൻ്റെ ഈ ഒരു പേസ്റ്റില്ലേ, ഇതുകൂടെ ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് വരും. അതൊന്നും കുഴപ്പമില്ല. നമ്മളിതാ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ലോണം കുറുകി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഹൽവയല്ലേ, അപ്പോൾ കുറുകി വരണതനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഉഴുന്നിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻ, അയേൺ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകൾക്കൊക്കെ ബലം വയ്ക്കാനായിട്ട്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, നല്ല ദഹനത്തിന്, പീരീഡ്സിൻ്റെ പെയിനൊക്കെ മാറാനായിട്ട്, നടുവേദനയൊക്കെ മാറാനായിട്ടൊക്കെ ഈ ഒരു ഉഴുന്ന് കഴിക്കണത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇതുപോലെ 10-12 മിനിറ്റ് നേരമൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് കുറേയും കൂടെ കട്ടിയായിട്ട് വരും. ഞാൻ ഇതുവരെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതിങ്ങനെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 2 നുള്ളുപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് നേരം കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കണത് കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കശുവണ്ടിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഈ സമയം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ നെയ്യിൽ വറുത്ത് ചേർത്താലും നല്ലതാണ്. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള നെയ്യൊക്കെ ഇല്ലേ, ഇത് കുറേശ്ശെ പുറത്തേക്ക് വന്ന് തുടങ്ങും. മാത്രമല്ല ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ബോളാക്കി എടുക്കാനായിട്ട് പറ്റണ ഒരു പാകം. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉഴുന്ന് കൊണ്ടുള്ള ഈ ഒരു ഹൽവ. ഇതിന് കട്ട് ചെയ്തൊന്നും എടുക്കാതെ ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു ഹൽവ കഴിക്കാനായിട്ട്. ഇതിന് ഉഴുന്നിൻ്റെ രുചിയൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ഒരു ഹൽവ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഉഴുന്നൊക്കെ വെച്ചിട്ട് ഈ രീതിയിൽ ഹൽവയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്